പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തെ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെ അല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധ ഇസ്ലാമിന്റെ ആരംഭം അത് ഖദീജ ബീവിയിൽ നിന്ന് തുടങ്ങുന്നതാണ് റളിയല്ലാഹു അൻഹ. നമ്മുടെയൊക്കെ ഒരു ഉമ്മയല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ, വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാം സത്യവിശ്വാസികളുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. അതിൽ ഒന്നാമത്തെ സ്ഥാനമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ളത്. പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളുടെ ഉടമയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. വിവരിച്ചാൽ തീരാത്ത മഹത്വങ്ങൾക്ക് അർഹയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞത് ഖൈറുൽ നിസാഇ ദുനിയ, ദുനിയാവിലുള്ള മുഴുവൻ സ്ത്രീകളിലും ഏറ്റവും ഉത്തമരായവർ എന്റെ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകതകളിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധമായ ഇസ്ലാം അഥവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മന്ത്രധ്വനിയുമായി കടന്നു വന്നപ്പോൾ നബി തങ്ങളെ ആദ്യമായി സ്വീകരിച്ചത്, നബി തങ്ങളെ വരവേറ്റത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായി പറഞ്ഞത് ബീബി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതിനേക്കാൾ മഹദിക്ക് കിട്ടാനുള്ള മഹത്വം പിന്നെ വേറെ ഏതുള്ളത്? ലോകത്ത് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഉമ്മത്തിൽ പറയാനുള്ള ഭാഗ്യം കിട്ടി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നാളെ അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ അല്ലാഹു നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടില്ല. ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹ, പക്ഷേ സ്ത്രീകളിൽ വെച്ച് എനിക്ക് ഖദീജ ബീവിയോടുള്ളത് പോലത്തെ ഒരു ഈർഷ്യത, ഒരു കുശുമ്പ് എനിക്ക് വേറെ ആരോടും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കണ്ടിട്ടില്ലേ, കാണുകയും സഹകരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അങ്ങനെ ഒരാളോട് എന്തെങ്കിലുമൊക്കെ ഈർഷ്യതയും വിഷമമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഖദീജയെ കണ്ടിട്ടില്ലെങ്കിലും അവരോട് എനിക്കൊരു വല്ലാത്തൊരു ഈർഷ്യതയുള്ളത് പോലെയുണ്ട്. മാ ഗിർതു അലാ അഹദിൻ മാ ഗിർതു അലാ ഖദീജ. ഖദീജ ബീവിയോട് എനിക്കുണ്ടായതുപോലെയുള്ളൊരു ഈർഷ്യത, ഒരു വിഷമം എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിട്ടില്ല. അത് ഞാൻ എന്റെ ഹബീബിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും ഒരു അല്പസമയം സമാധാനത്തോടെ ഇരുന്നാൽ നബി തങ്ങളുടെ ഓർമ്മ ഉടനെ വർഷങ്ങൾക്ക് മുമ്പുള്ള മുത്തനബിയുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോകും. അവിടുത്തെ ഖദീജ ബീവിയോടൊപ്പമുള്ള ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളെ ഓർക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഖദീജ ബീവിയിലൂടെ മുത്തനബി തങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, വിജയത്തിന്റെ വഴികളുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഖദീജ ബീവിയെ പ്രശംസിക്കും, ഖദീജ ബീവിയെ പുകഴ്ത്തി പറയും. ഇത് കേൾക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു വട്ടം പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, മാ അക്സറ മാ തുദിക്റുഹാ ഹംറത്ത് ശിദ്ഖി. അങ്ങെന്തിനാണ് മോണ ചുവന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. പല്ല് പൊഴിഞ്ഞു പോയി 65 വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് പ്രായമായപ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. അപ്പോഴാണ് ഇരുവരുടെയും വിവാഹം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. ആ ഒരു അർത്ഥത്തിൽ പല്ല് പൊഴിഞ്ഞു പോയ ഒരു കിളവിയായ ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങ് എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ വാചാലനാകുന്നത്? ഖദ് അബ്ദലകല്ലാഹു അസ്സ വജല്ല ബിഹാ ഖൈറൻ മിൻഹാ. നബിയെ, അവരെക്കാൾ എത്രയോ നല്ല സ്ത്രീകളെ, ഭാര്യമാരെ അല്ലാഹു അങ്ങക്ക് തന്നിട്ടുണ്ടല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹയെ പറഞ്ഞിട്ട് ആയിഷ ബീവി പറയാണ്, ഖദീജയേക്കാൾ എത്രയോ നല്ല സ്ത്രീകളെ അല്ലാഹു ദുനിയാവിൽ അങ്ങക്ക് തന്നില്ലേ നബിയെ? അതൊന്നും ഓർക്കാതെ എന്തിനാണ് ഖദീജയെ ഇങ്ങനെ അനുസ്മരിക്കുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിലായി, മാ അബ്ദലില്ലാഹു ഖൈറൻ മിൻഹാ ആയിഷ ഇല്ല. എന്റെ ഖദീജയേക്കാൾ ഏറ്റവും നല്ലൊരു പെണ്ണിനെ അല്ലാഹു എനിക്ക് ഇതുവരെ പകരം തന്നിട്ടില്ല. ഖദീജയേക്കാൾ പകരം വെക്കാൻ ഒരു സ്ത്രീയും ഈ ദുനിയാവിലില്ല
ആയിഷ. എന്തുകൊണ്ടെന്നറിയുമോ? ഖദീജയിലൂടെ മുത്തനബിക്ക് കിട്ടിയ സന്തോഷങ്ങളും അവിടെ നിന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളും എണ്ണി പറയുകയാണ്. നിനക്കറിയുമോ ആയിഷ, അത് അമലത്ത് ബിഹിദ് കഫറ ബിന്നാസ്. അല്ലാഹുവിന്റെ തൗഹീദുമായി ഈ മക്കയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എത്രയോ ആളുകൾ എന്നെ അവിശ്വസിച്ചു, എന്നെ തള്ളിപ്പറഞ്ഞു. ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ ഖദീജയാണ് ആയിഷ. ജനങ്ങളെല്ലാം ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, ഞാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചപ്പോൾ, എന്നെ വാസ്തവമാക്കി എന്റെ ദീനിനെ അംഗീകരിച്ചത് എന്റെ ഖദീജയാണ് ആയിഷ. ഞാൻ മക്കയിലൂടെ പാവപ്പെട്ടവനായി പട്ടിണിക്കാരനായി നടക്കുമ്പോൾ, എനിക്കാരും ഒരു ചെല്ലിക്കാശ് തരാനില്ലാത്ത സമയത്ത് എനിക്ക് സമ്പത്ത് മുഴുവനും തന്നുകൊണ്ട് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ് ആയിഷ. മക്കയിൽ ഞാൻ ജീവിക്കുമ്പോൾ വാപ്പ മരണപ്പെട്ടുപോയ, ഉമ്മ മരണപ്പെട്ടുപോയ ഒരു അനാഥന് ഒരു പെണ്ണ് കൊടുക്കാൻ ഖുറൈശികൾ തയ്യാറാകാതിരുന്നപ്പോൾ എന്റെ വിവാഹം ചെയ്ത് എന്നെ സ്വീകരിച്ച് എനിക്ക് മക്കളെ തന്നത് എന്റെ ഖദീജയാണ് ആയിഷ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ മഹത്വങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുത്തനബിക്ക് ചെയ്ത ഗുണങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ചെയ്തതുപോലെയാണോ? അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശുദ്ധിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബി ഒരു ഭാര്യ മാത്രമായിരുന്നില്ല, ഒരു ഉമ്മയായിരുന്നു, ഒരു പെങ്ങളായിരുന്നു, ഒരു മകളായിരുന്നു, ഒരു സ്ത്രീ. ഏതെല്ലാം റോളിൽ ഏതെല്ലാം മാതൃകയിൽ ഒരു പുരുഷനോട് ഇടപെടാൻ കഴിയുമോ, ഒരു പുരുഷന് താങ്ങാൻ കഴിയുമോ, തണലാകാൻ കഴിയുമോ, ഇടയും തുണയുമാകാൻ കഴിയുമോ, ആ നിലയിലെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ മുത്തനബിയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ടവനാണ്. പക്ഷേ നബി തങ്ങൾക്ക് എവിടെന്നെങ്കിലും 10 പൈസ കിട്ടിയാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? ഒരു ആടിനെ വാങ്ങും. പെട്ടെന്ന് ആ ആടിനെ വാങ്ങി അറുത്തിട്ട് അതിന്റെ മാംസം ഉടനെ വിതരണം ചെയ്യും. ആർക്കെന്നറിയുമോ? പ്രിയപ്പെട്ട ബീവി ഖദീജയുടെ കൂട്ടുകാർക്ക് വേണ്ടി. തന്റെ ഖദീജയുടെ കൂട്ടുകാരുടെ വീടുകളിലേക്ക് ആ മാംസം കൊടുത്തു വിടും. അത് അവരോടുള്ള സ്നേഹമാണ്. അതിനപ്പുറം എന്റെ ഖദീജയെ ഓർക്കുവാൻ വേണ്ടിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയുടെ ഭാഗമായി ആ മാംസം കൊടുക്കുന്നത് ഇലാ അസ്തിഖായി ഖദീജ ബീവിയുടെ കൂട്ടുകാർക്കാണ്. എന്തുകൊണ്ട്? ഒരിക്കലും മറക്കാൻ കഴിയില്ല നബി തങ്ങൾക്ക് ഖദീജയെ റളിയല്ലാഹു അൻഹ. അതറിയണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ ആ മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ജബലുൻ നൂറിന്റെ താഴ്വാരത്തേക്ക് ചെന്ന് നിന്നിട്ട് 866 മീറ്റർ മുകളിലേക്ക് നാം ഒന്ന് നോക്കണം. ആ ജബലുൻ നൂറിന്റെ നെറുകയിലുള്ള ഹിറാ ഗുഹ, അവിടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 ദിവസം ധ്യാനത്തിൽ നിന്നത്. ആ ഹിറാ ഗുഹയിൽ നബി തങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോഴല്ലേ മുഖറബിൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചസ്സുകൾ ഓതിക്കൊടുത്തത്. ആ ഹിറാ ഗുഹയിൽ 40 ദിവസം ഇരിക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ, അവിടെ വെള്ളം കുടിക്കാൻ ആരാണ്? 860 മീറ്റർ മുകളിലേക്ക് ആ കൽത്തുറുങ്കുകൾ ചവിട്ടിക്കൊണ്ട് മുനകൂർത്തിരിക്കുന്ന കല്ലുകളിൽ ചവിട്ടിക്കൊണ്ട് ആ ഹിറാ ഗുഹയിൽ കയറിപ്പോയതാരാണ്? ഇത്രയും പ്രായമുള്ള 55 വയസ്സന്ന് പ്രായമുള്ള ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ ഇങ്ങനെ ജബലുൻ നൂറിന്റെ താഴ്വാരത്ത് നിന്നിട്ടൊന്ന് ആലോചിക്കണം. ഇന്നൊരുപാട് സൗകര്യങ്ങളുണ്ട്. ഇന്ന് നടന്നു പോകാൻ വളരെ എളുപ്പമാണ്. വഴിയുണ്ട്, റോഡുണ്ട്. പക്ഷേ ഒരു 10-50 വർഷത്തിന് മുമ്പ് പോലും ഒരു വഴിയോ ഒരു സൗകര്യമോ ഇല്ല. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മലയുടെ അവസ്ഥ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ഇല്ല. ചവിട്ടാൻ പറ്റിയ കല്ലുണ്ടോ? ഇല്ല. കൂർത്ത മുനകളുള്ള കല്ലുകളാണ് ജബലുൻ നൂറിന്റെ പാറക്കൂട്ടങ്ങള്. അതിലൂടെ ചവിട്ടി കയറിപ്പോയി 55 വയസ്സ്
വയസ്സുള്ള ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല 40 ദിവസത്തിനകത്ത് എത്രയോ ദിവസങ്ങൾ പ്രിയപ്പെട്ടവന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഭക്ഷണവും വെള്ളവുമായി ഖദീജ റളിയല്ലാഹു അൻഹ കയറി ചെന്നിട്ടുണ്ട്. നമ്മളൊക്കെ സഹോദരിമാരൊക്കെ 50-60 വയസ്സുള്ളവര് ഒരു പ്രാവശ്യം ഇന്ന് ഇത്രയും സൗകര്യമുള്ള വഴിയിലൂടെ കയറാൻ വിടുന്ന പാടുറബെ പകുതിയിലെത്തിയിട്ട് തളർന്നിരുന്നിട്ട് തിരിച്ചിറങ്ങിപ്പോകും. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ നടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഇത്രയും ഉയരമുള്ള ജബലുൻ നൂറിന്റെ നെറുകയിലേക്ക് കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ദീനിന് വേണ്ടിയല്ലേ, ആലോചിച്ചു നോക്കിയേ. എന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് നുബുവത്തിന്റെ പ്രകാശം മുത്തനബിയുടെ ഹൃദയങ്ങളിലേക്ക് ജിബ്രീൽ പകർന്നു കൊടുത്ത് ഇഖ്റഇന്റെ വജസ്സുകൾ ഓതിക്കൊടുത്ത് ജിബ്രീലിനെ ആദ്യമായി കണ്ടതിന്റെ പേടി നിമിതങ്ങൾ വിറച്ചുപോയി. നേരെ വന്നത് പ്രിയപ്പെട്ട ഖദീജയുടെ ചാരത്തേക്കാണ്. സമ്മിലൂനി യാ ഖദീജ, ഖദീജ എനിക്കൊന്ന് മൂടി തരുമോ, എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്, ഭയമുണ്ട്. അതേ മുത്തനബിക്ക് മൂടിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഭയത്തിൽ നിന്ന് മോചിതനാകുന്നതിന് വേണ്ടി അവിടെ നിന്ന് തലോടി സാന്ത്വനപ്പെടുത്തുകയാണ്. ബീവി പറഞ്ഞതെന്താണ്? കല്ലാ അബ്ശിർ, വേണ്ട വേണ്ട പ്രിയതമനെ, പേടിക്കണ്ട, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നിങ്ങളുടെ അടുക്കലേക്ക് വന്നയാൾ ഒരു പിശാചല്ല, തീർച്ചയായും അല്ലാഹുവിന്റെ മാലാഖയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ്. ലാ യുഹ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല, അല്ലാഹു നിങ്ങളെ പരീക്ഷണങ്ങളിൽ പെടുത്തുകയില്ല. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വല്ലാഹി ഇന്നക ലതസിലുർ റഹ്മ, അല്ലാഹുവിനാണ് സത്യം, നിങ്ങൾ എത്രയോ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നയാളാണ്. വതസ്ദുഖുൽ ഹദീസ്, നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ലാ, എത്രയോ ആളുകളുടെ ഭാരങ്ങൾ ചുമന്ന് അവർക്ക് ആശ്വാസമാകുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് താങ്ങും തണലുമായി അവർക്ക് കൊടുക്കുന്ന ആളാണ്. വതഖിറുൽ ലൈഫ, മാന്യമായി അതിഥികളെ സ്വീകരിക്കുന്നയാളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, എല്ലാ കാലവിപത്തുകളിലും ആളുകളുടെ മുന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇതുപോലെ ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ മക്കയിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട, ഒരിക്കലും അങ്ങക്ക് ഒരു സങ്കടമുണ്ടാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ സാന്ത്വനപ്പെടുത്തുകയാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ സലാമുമായി ഒരിക്കൽ ജിബ്രീൽ വരുന്നുണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളോട് വന്നിട്ട് പറയുന്നു, നബിയേ, ജിബ്രീൽ വരെയാണ്, എന്നിട്ട് പറയുന്നു, നബിയേ, ഹാദിഹി ഖദീജ ഖദ് അതത്ക, നബിയെ അങ്ങക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തിന്റെ മാർഗത്തിൽ, പ്രബോധനത്തിന്റെ മാർഗത്തിൽ പട്ടിണിയും പരുവട്ടവും പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാ. അനുബിധങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന നിബിധങ്ങളുടെ ദഅവത്തിന്റെ മാർഗത്തിൽ എല്ലാ താങ്ങും തണലുമാകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ഒരിക്കൽ ജിബ്രീൽ വന്നിട്ട് നിബിധങ്ങളോട് പറയുന്ന, റസൂലല്ലാഹ് ഹാദിഹി ഖദീജ ഖദ് അതത്ക, ഓ നബിയേ, ഇദാ ഖദീജ റളിയല്ലാഹു അൻഹ ഇപ്പോ അങ്ങയുടെ അടുക്കലേക്ക് വരും. മഅഹാ ഇനാഉൻ, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഫീഹി തുആമുൻ ഔ ഗുദാമുൻ ഔ ശറാബ്, അത് കയ്യിൽ ആ പാത്രത്തിൽ അങ്ങക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തയ്യാറാക്കി വരികയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സാമ്പത്തികമായി മറ്റൊന്നും ഒരു പ്രയോജനമെന്ന് ഖദീജ ബീവിക്കില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. കാരണം അവർ മക്കയിലെ അറിയപ്പെട്ട സമ്പന്നയാണ്, വ്യാപാര പ്രമുഖയാണ്, ഒരുപാട് സമ്പത്തിന്റെ ഉടമയാണ്. പക്ഷേ അവരുടെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി. നബി തങ്ങളുടെ ജോലി എന്താണ്? ജനങ്ങളെ അല്ലാഹുവിലേക്ക് വിളിക്കലാണ്, ദഅവത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശവുമായി മക്കയുടെ തെരുവിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് നബിയേ, അങ്ങക്ക് വേണ്ടി ഖദീജ ഭക്ഷണവുമായി വരികയാണ്. ഫൈദാ അത്തത്ക, അങ്ങയുടെ അടുക്കലേക്ക് ഖദീജ വന്നാൽ ഫഖറ അലൈഹ സലാമു മിൻ റബ്ബിഹാ വ മിന്നി,
സലാം ഖദീജ ബീവിയോട് പറയണം, ജിബ്രീലാകുന്ന എന്റെ സലാമും പറയണം നബിയെ. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ സലാമുമായി ജിബ്രീൽ അലൈഹിസ്സലാം വബശ്ശിർഹ, പിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നബിയെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് നബിയെ. ബിബൈത്തിൻ ഫിൽ ജന്ന, അങ്ങയുടെ ഖദീജക്ക് വേണ്ടി അല്ലാഹ് ഇതാ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട്, ഒരു മണിമാളിക പണിതിട്ടുണ്ട്. മിൻ ഖസബിൻ, അത് ആരും കാണാത്ത മുത്തിനാലുള്ള കൊട്ടാരമാണ്. അത്രയും മനോഹരമായ കൊട്ടാരം ആർക്കും അല്ലാഹ് സ്വർഗ്ഗത്തിൽ നിർമ്മിച്ചിട്ടില്ല നബിയെ, എടുത്തിട്ടില്ല നബിയെ. അത്രയും മനോഹരമായ കൊട്ടാരം അങ്ങയുടെ ഖദീജക്ക് അല്ലാഹു സമ്മാനിക്കുകയാണ്. എന്തിനു പകരമായി? ഖദീജ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ ചേർത്ത് പിടിച്ചതിന് പകരമായി, അവിടുന്ന് നബിതങ്ങളെ സ്നേഹിച്ചതിന് പകരമായി, ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചതിന് പകരമായി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. കാരണം അവരിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളാണ്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ആകസ്മികമായാണ് നുബുവത്തിന്റെ 10ാമത്തെ വർഷം റമളാനിന്റെ 10-ന് അവിടുന്ന് വഫാത്താകുന്നത്. അന്ന് റമളാനിന്റെ നോമ്പില്ല, റമളാനിന്റെ നോമ്പന്ന് ഇല്ല. കാരണം ഹിജറയ്ക്ക് 3 വർഷം മുമ്പാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. പിന്നെ ഹിജറയുടെ 2ാം വർഷമാണ് എന്ത് നിർബന്ധമാകുന്നത്? റമളാനിന്റെ നോമ്പ്. പക്ഷേ ആ നുബുവത്തിന്റെ 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തങ്ങൾക്ക് എല്ലാത്തിനും തണലായിരുന്ന 2 ആളുകൾ നഷ്ടപ്പെട്ടു. ഒന്ന് ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഒരു മനുഷ്യന് ജീവിതത്തിൽ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വേർപാട്. അങ്ങനെയല്ലേ നമ്മളുടെ പ്രിയപ്പെട്ടവർ ഒരിക്കലും നമ്മളെ വേർപിരിയും നമ്മൾ ആഗ്രഹിക്കുന്നവർ, നമുക്ക് അവരുടെ മരണം ചിന്തിക്കാൻ പോലും കഴിയാത്തവർ, അല്ലേ? മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഇവരൊക്കെയും ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തവരാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളുടെ വാക്കുകൾ വിവരിക്കുന്നതിനും അപ്പുറമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് സമാധാനവും സാന്ത്വനമായത്. അങ്ങനെയുള്ള അവർ ആ വേർപിരിഞ്ഞൊരു സമയം ജീവിതത്തിൽ എല്ലാത്തിനും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നബി തങ്ങൾക്ക് എല്ലാവിധ സമാധാനവും സാന്ത്വനവുമായ ഖദീജ വേർപിരിയുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. അതിനോടൊപ്പം മക്കാർക്കാരെ എല്ലാം പ്രതിരോധിച്ച് ഖുറൈശികളെ എല്ലാം നബിതങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നബിതങ്ങൾക്ക് ഈ ദഅവത്തിന്റെ പ്രബോധന മണ്ഡലത്തിൽ നബിതങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബ് അദ്ദേഹവും വഫാത്താകുന്ന ഒരു വേളയാണ് ഈ നുബുവത്തിന്റെ 10ാമത്തെ വർഷം. അതുകൊണ്ട് ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷമെന്നാണ് പറയപ്പെടുന്നത്. നബിതങ്ങളുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയോടൊപ്പം അല്ലാഹുവിന്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മക്കയിൽ അവരുടെ ഖബർ ജന്നത്തുൽ മുഅല്ലയിലാണ്. ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലേ? ഇതിനൊക്കെ നമുക്കവിടെ നേരിട്ട് ചെന്ന് കാണണം ഇൻഷാ അല്ലാഹ്. ജന്നത്തുൽ മുഅല്ല, ഹറമിന്റെ അടുത്ത് അടയാളപ്പെടുത്തപ്പെട്ട സ്വർഗം, അതിന്റെ ഹൃദയഭാഗത്താണ്. ഇങ്ങനെ നിരന്ന് ഖബറുകൾ, ആയിരക്കണക്കിന് ഖബറുകളുണ്ട്. ആ മഖബറക്കകത്ത് ഒരു കെട്ട് ഉണ്ട്, ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്താണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറുള്ളത്. നേരിട്ട് ചെന്ന് കാണാൻ, അവിടുന്ന് സലാം പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് മുത്തുനബിയോടൊപ്പമുള്ള ജീവിതം, ആ സ്വർഗത്തിൽ തൃക്കല്യാണം നേരിട്ട് കാണാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.